നമ്മൾ ഈ സെക്ഷനിൽ അറേ എന്താണെന്ന് നോക്കുന്നത്. പിന്നെ അറേ ഓപ്പറേഷൻസ്, വൺ ഡൈമെൻഷണൽ അറേ, സിയിലും ജാവയിലും പൈത്തണിലും എങ്ങനെയായിരിക്കും കൂടി നോക്കുന്നുണ്ട്. ഈ അറേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണത്തിന് കുറച്ച് നമ്പറുകൾ അത് ഒരറകളിൽ അതൊരു 0, 1, 2, 3, 4, 5, 6, 7 ഉള്ള അറകളിൽ ഈ സംഖ്യകൾ പ്ലേസ് ചെയ്തിരിക്കാമെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഈ സംഖ്യകളെ വിളിക്കുന്നതാണ് എലമെൻറ്റ്. പിന്നെ ഈ അറകൾ മൊത്തത്തിൽ പറയുന്നതാണ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഈ അറകളിലുള്ള സംഖ്യകൾ നമുക്ക് ഈ അറകളുടെ നമ്പർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജർ ആണല്ലോ. അപ്പോൾ ഈ മിക്ക C++, ജാവ, പൈത്തണിലൊക്കെ ഈ അറകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. ഈ അറകളെന്ന് പറയുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇൻഡെക്സിൽ ഇത് ഇങ്ങനെ സംഖ്യകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, അത് സംഖ്യകൾ വയ്ക്കാനും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ഇപ്പോൾ അറേ എന്ന് പറഞ്ഞ സാധനം നമുക്കൊരു നെയിം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അറേ ഓപ്പറേഷൻസ് ആണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനിലാണ് ഈ എന്താ പറയുക അറകളാണ് നമ്മൾ ഈ നമ്പറിൽ സ്റ്റോർ ചെയ്തത്. അതിന് വൺ ഡൈമെൻഷൻ അറേ. അപ്പോൾ ഇത് നമുക്ക് ഇതിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റാൻഡമായിട്ട് നമുക്ക് ഇതിന് ഈ നമ്പറുകളെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്പറേഷൻസാണ് നടക്കുന്നത്. ഒന്ന് സ്റ്റോർ ചെയ്യുന്ന ഓപ്പറേഷനും പിന്നെ റിട്രീവ് ചെയ്യുന്ന ഓപ്പറേഷനും. സ്റ്റോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയിലേക്ക് നമ്മൾ ഇപ്പോൾ ഓരോ സംഖ്യകൾ വെക്കുന്നതിന് സ്റ്റോർ എന്ന് പറയും. റിട്രീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറകളിൽ നിന്ന് ഈ എലമെൻറ്റ്സ്, ഈ സംഖ്യകൾ നമ്മൾ എടുക്കുന്നതിന് റിട്രീവ് ചെയ്യുന്നതിന് നമുക്ക് റിട്രീവ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ഓപ്പറേഷനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സമയം നിർവചിച്ചിട്ടുണ്ടാവും. നമ്മൾ അറേയുടെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇപ്പോൾ ഇതിൽ ഇൻറ്റ് നമ്പർ = ന്യൂ ഇൻറ്റ് 5. ഇത് എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നം എന്ന് പറയുന്ന അതിൻ്റെ ഒരു അറേ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ സൈസ് 5 ആണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാവ ലാംഗ്വേജിൽ നമ്പിൻ്റെ അറേ ഒബ്ജക്റ്റ് റെഫറൻസ്. ഇപ്പോൾ നം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പ് എന്ന് പറഞ്ഞ അറേയിൽ ഫസ്റ്റ് എലിമെൻറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫസ്റ്റ് 0-ലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ = 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സ് ഒന്നാമത്തെ ഇൻഡെക്സ് 1 എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുന്നു. 0-ലായിരിക്കും. പിന്നെ സിസ്റ്റം ഔട്ട് പ്രിൻറ്റ് ഇൻ നം 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റത്തെ എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ നോക്കി നമുക്ക് 0, 1, 2, 3, 4 എന്ന അറകളാണ് 10, 20, 30, 40, 50 എന്ന നമ്പറുകളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അറേ ഡിക്ലറേഷൻ എന്ന അസൈൻമെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറേ 1 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റ് ആണോ പറയുന്നത്. അതായത് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തു, പക്ഷേ നമ്മൾ മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു അറേ 1 എന്നുള്ള റെഫറൻസ് ആണ് നൾ വാല്യൂ. പിന്നെ അറേ 1 = ന്യൂ ഇൻറ്റീജർ 10 എന്ന് ഡിഫൈൻ ചെയ്യണം. അതായത് അറേ നമ്മളൊരു 10 ഇൻറ്റീജറായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ അറേയിൽ അറേ 1-ൽ നമുക്കൊരു 10 റാക്കുകളുണ്ടെന്ന് കരുതും. ഇൻ്റെ അറേ 2 ന്യൂ ഇൻറ്റ് 10. അതുപോലെ തന്നെ ഈ അറേ 2-ലും 10 ഇൻറ്റീജർ ഉണ്ടെന്നുള്ള 10 ഇൻറ്റീജേഴ്സിന് വേണ്ടിയിട്ടുള്ള അറകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇൻ്റെ അറേ 2-ൽ = 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ അറേ എന്താ പറയുക അറേ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് അറകളിലേക്ക് നമ്പറുകൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫോർ ഇൻറ്റ് j = 0, j <= array 2 length j++ array 2 length return size of array 1 system.out.print int array 2. അപ്പോൾ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെൻറ്റ്സ് അറേയിലുള്ള ഈ എലമെൻറ്റ്സുകളൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. നമ്മളെ ഓരോ എലമെൻറ്റിൻ്റെയും ഓരോ അറകളിലാണ് നമ്മൾ എലമെൻറ്റുകൾ വെക്കുന്നതെന്ന് പഠിച്ചു. നമ്മൾ ഇൻഡെക്സ് എന്താണെന്ന് പഠിച്ചു. ഇൻഡെക്സിൽ സ്റ്റോർ ഓപ്പറേഷനും റിട്രീവ് ഓപ്പറേഷൻസും ജാവയിൽ ഞാൻ പഠിച്ചു.